നമസ്കാരം. സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന തർക്കം മൂത്തതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് സമവായം ഉണ്ടാക്കിയത്. ഇതോടെ ചെന്നിത്തലയും സതീശനും സുധാകരനുമൊക്കെ തൽക്കാലം ഒറ്റക്കെട്ടായി മാറി. ശശി തരൂരും മയപ്പെട്ട് പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയാണ്. ഇതിനിടെ സംസ്ഥാനത്ത് കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് സാധ്യതകൾ ഉടനില്ലെങ്കിലും ഭാവിയിൽ വീണ്ടും അത്തരം ചർച്ചകൾ ഉരുത്തിരിഞ്ഞേക്കുമെന്നാണ് സൂചന. ഈ സാധ്യത മുന്നിൽ കണ്ട് സ്ഥാനം നേടാൻ വേണ്ടി കോൺഗ്രസിലെ യുവരക്തങ്ങളും കരുക്കൾ നീക്കുന്നുണ്ട്. റോജി എം ജോണിന്റെ പേര് KPCC അധ്യക്ഷ പട്ടികയിലേക്ക് ഉയർന്നു കേട്ടതും ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു. ഇതിനിടെ തങ്ങളുടെ കഴിവുകൾ വേണ്ടവിധം പാർട്ടി ഉപയോഗപ്പെടുത്താത്തതിലെ അതൃപ്തി കോൺഗ്രസിലെ യുവ നേതാക്കളും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC നേതാവ് ദീപദാസ് മുൻഷിയെയാണ് യുവതുർക്കികൾ പരിഭവം അറിയിച്ചത്. CPM അതിന്റെ രണ്ടാം നിരയെ നേതൃരംഗത്തേക്ക് ഉയർത്തുമ്പോൾ ഏറെ ജനകീയരായ യുവ നേതാക്കളെ പോലും വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന പരാതിയാണ് യുവ നേതാക്കൾ ഉന്നയിച്ചത്. കൂടിക്കാഴ്ച നടന്നതായി ദീപദാസ് മുൻഷിയും യുവ നേതാക്കളും ഒരു ദേശീയ മാധ്യമത്തോട് സ്ഥിരീകരിച്ചു. സംഘടനാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതൃത്വത്തിന്റെ രീതിയോടും സമീപനത്തോടും യുവ നേതാക്കൾ അതൃപ്തി അറിയിച്ചു. ഞങ്ങളെ നിശബ്ദരാക്കാനായി അത്തരം സാഹചര്യങ്ങളിൽ അവർ പക്വതയിൽ ഊന്നുന്നു. പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ യുവ MLA പറഞ്ഞു. AK ആന്റണി 30-ാം വയസ്സിൽ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായി. അന്ന് പക്വതയുടെ ചോദ്യമൊന്നുമില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയെങ്കിലും അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നും യുവ നേതാക്കൾ ദീപദാസ് മുൻഷിയെ അറിയിച്ചു. ഇന്ദിരാഭവനിൽ ചേർന്ന യുവ നേതാക്കളുടെ യോഗത്തിലേക്ക് ചാണ്ടിയുമ്മനും CR മഹേഷിനും ക്ഷണമുണ്ടായിരുന്നില്ല. അത്തരമൊരു യോഗത്തെക്കുറിച്ച് ആരും തന്നെ അറിയിച്ചിട്ടില്ലെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. അതിനിടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ പ്രചാരണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ്. തമ്മിലടി ഒഴിവാക്കാൻ പ്രചാരണ ചുമതലയടക്കം ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകാനാണ് ആലോചന. സമീപ സംസ്ഥാനങ്ങളായ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെ നേതാക്കളെയും കേരളത്തിൽ വിന്യസിച്ചേക്കും. ഡൽഹിയിലെ ചർച്ചയോടെ കേരളത്തിലെ തമ്മിലടിക്ക് വിരാമമായി എന്ന് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് ജാഗ്രതയിലാണ്. ഈ വർഷാവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന കേരളത്തിന് തന്നെയാണ് മുഖ്യ ഫോക്കസ്. KC വേണുഗോപാൽ കേരളത്തിലെ പരിപാടികളിൽ സജീവമായി രംഗത്തുണ്ട്. KPCC നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം ഘടകകക്ഷികളുടെ മനമറിയാൻ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ പിന്നാലെ അയച്ചത് തുടർ ചർച്ചകളിലെ പ്രതിസന്ധി പരമാവധി ഒഴിവാക്കാനാണ്. കേരളത്തിലെ പൊട്ടിത്തെറിയിൽ വെടിനിർത്തലായെങ്കിലും തെരഞ്ഞെടുപ്പിലെ നായക ചർച്ചകൾ വീണ്ടും അസ്വാരസ്യം ഉണ്ടാക്കിയേക്കാമെന്ന വിലയിരുത്തലാണ് കടിഞ്ഞാൻ കയ്യിൽ വെക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വം ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ തെരഞ്ഞെടുപ്പ് എന്ന പതിവ് ശൈലിക്കൊപ്പം സംസ്ഥാനത്തെ ഒരു നേതാവിനെയും പ്രചാരണ ചുമതല ഏൽപ്പിക്കാതെയുള്ള പരീക്ഷണത്തിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നുവെന്നതാണ് വിവരം. ഹൈക്കമാൻഡിലെ നേതാവിന് പൂർണ്ണ പ്രചാരണ ചുമതല നൽകാനാകും നീക്കം. നിലവിൽ സംഘടനയിൽ പ്രത്യേക ചുമതലയൊന്നുമില്ലാത്ത പ്രിയങ്ക ഗാന്ധിയെ തന്നെ പരിഗണിച്ചേക്കുമെന്നാണ് അറിയുന്നത്. വയനാട് MP കൂടിയായ പ്രിയങ്കയുടെ നേതൃത്വത്തിലെ പ്രചാരണം സംസ്ഥാനത്താകെ പാർട്ടിക്ക് ഊർജ്ജം നൽകുമെന്നാണ് വിലയിരുത്തൽ. ഘടകകക്ഷികൾക്കും ഈ ഫോർമുലയോടാണ് താല്പര്യം. സംസ്ഥാനത്തെ ഏതെങ്കിലും നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച വീണ്ടും പൊട്ടിത്തെറിക്കിടയാക്കിയേക്കുമെന്നാണ് ഘടകകക്ഷികൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഫലം അനുകൂലമെങ്കിൽ തുടർ ചർച്ചകളിലൂടെയാകും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക. കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രചാരണ ശൈലിയിലാകും പിന്തുടരുക. സൗജന്യങ്ങൾ വാരിക്കോരി പ്രഖ്യാപിച്ചുള്ള പ്രകടന പത്രികയാകും തയ്യാറാക്കുക. ഈ സംസ്ഥാനങ്ങളിലെ പ്രധാന നേതാക്കൾക്ക് മണ്ഡലങ്ങളുടെ ചുമതല നൽകിയേക്കും. പ്രചാരണ ചെലവിനായുള്ള ഫണ്ടും ഈ സംസ്ഥാനങ്ങളിൽ നിന്നാകും കണ്ടെത്തുക. കർണാടകത്തിലെയും തെലങ്കാനയിലെയും നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം ഇക്കാര്യത്തിൽ ചർച്ച തുടങ്ങി കഴിഞ്ഞതായിട്ടാണ് വിവരം. അതേസമയം പാർട്ടിയുടെ ഒരു ബൃഹത് യോഗം വൈകാതെ നടക്കുമെന്നും മുതിർന്ന നേതാവ് പറഞ്ഞു. യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന യോഗത്തിന്റെ തീയതി റംസാന് ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFിലും ഐക്യമുറപ്പിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. UDF ഘടകകക്ഷികളുടെ അഭിപ്രായം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപദാസ് മുൻഷി രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കും. ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധി പരിശോധിക്കും. കോൺഗ്രസിലെ ഭിന്നതയിൽ ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചിരുന്നു.